രാഷ്ട്രീയ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ CPIM ആയുധം താഴെയിടണമെന്ന് RSS. അതിനുശേഷം മതി സമാധാന ചർച്ച. RSS മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് പ്രകോപനപരമായിട്ടാണ് CPIM പ്രതികരിച്ചതെന്ന് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. CPIM RSS ചർച്ചയോട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഉമ്മൻചാണ്ടിയുടെ സമീപനം എരുതിയിൽ എണ്ണയൊഴിക്കുന്നതാണെന്നും RSS പ്രതികരിച്ചു. RSS തലവൻ മോഹൻ ഭാഗവത് മുന്നോട്ട് വെച്ച ആശയത്തെ വിവാദമാക്കിയത് ഇരുമുന്നണികളും ചേർന്നാണ്. ന്യൂനപക്ഷ വോട്ടാണ് ഇതിന്റെ ലക്ഷ്യം. പൊതുസമൂഹത്തെ പേടിച്ചാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് CPM വ്യക്തമാക്കിയത്. ചർച്ച നടത്തിയാൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയം വന്നതോടെ ഈ ആശയത്തോട് അവർ പ്രകോപനപരമായി പെരുമാറി. RSS ആയുധം താഴെവെക്കണമെന്ന് പറയുന്ന CPM ആദ്യം സ്വയം ആയുധം താഴെവെക്കട്ടെയെന്നും സംഘം സംസ്ഥാന സമിതി അംഗം വത്സൻ തില്ലങ്കേരി വ്യക്തമാക്കി. ഈ ആയുധം CPM ആയുധം എടുത്തിട്ടാണല്ലോ ഇവിടെ എല്ലാവർക്കും നേരെയുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒറ്റവാക്കിലായി പറഞ്ഞാൽ CPM ആദ്യം ആയുധം താഴെ വെക്കട്ടെ, എന്നിട്ടത് പറയട്ടെ. അങ്ങനെയല്ലേ ഒരു മര്യാദ. ഞങ്ങൾ ആയുധം താഴെ വെക്കാം, നിങ്ങളതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാം. ഞങ്ങൾ ആയുധം താഴെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ആയുധം പിടിച്ചു നിൽക്കുന്ന CPMന്റെ അടുക്ക് എങ്ങനെയാണ് ചർച്ചയ്ക്ക് പോകുന്നത്? അതേസമയം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ട മുഖ്യമന്ത്രി ആ സ്ഥാനത്തിന് ചേർന്ന രീതിയിലല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് നേട്ടം കൊയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇവിടെ ഈ CPM RSS തമ്മിലടിച്ചാൽ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. ആ അക്രമം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാം. ഇവർ സമാധാനമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസരം നഷ്ടമാവും എന്ന കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു നയസമീപനം ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. ഈ വിഷയത്തിലുള്ള CPM RSS വാക്പോരും കോൺഗ്രസ് നിലപാടും പ്രശ്നങ്ങളെ വീണ്ടും വഷളാക്കുകയാണ്. ആ സമയത്തും ചർച്ച എന്ന ആശയത്തോട് CPMന് ആത്മാർത്ഥതയില്ലെന്ന് പറയുന്ന RSS തുറന്ന മനസ്സോടെ അവർ സമീപിച്ചാൽ ചർച്ചയാവാമെന്ന നിലപാടിൽ തന്നെയാണ്. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.